ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3ാം ക്ലാസ്സിലെ EVS പാഠപുസ്തകത്തിലെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. പ്രവർത്തനം 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്തിരപൂരം സ്കൂളിലെ കൂട്ടുകാർ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് തയ്യാറാക്കിയ സസ്യങ്ങളുടെ പട്ടികയാണ് താഴെ കാണുന്നത് അല്ലേ. മാവ്, ചീര, റോസ്, തുമ്പ, പ്ലാവ്, ചെമ്പരത്തി, തുളസി, മുക്കുറ്റി, തേക്ക്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് സവിശേഷതകൾ അനുസരിച്ച് ഈ സസ്യങ്ങളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതാനാണ്. ഔഷധങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ രീതിയിൽ ഇത് പട്ടികപ്പെടുത്താമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഔഷധങ്ങൾ എന്നുള്ളതിൽ തുമ്പ, ചീര, മുക്കുറ്റി. പിന്നെ എന്താക്കാം, കുറ്റിച്ചെടികൾ എന്ന് പറഞ്ഞ് തരംതിരിക്കാം. തുളസി, ചെമ്പരത്തി, റോസ്. മരങ്ങൾ എന്ന് പറഞ്ഞ് തരംതിരിക്കുന്നതിൽ മാവ്, തേക്ക്, പ്ലാവ്. ബി കൊടുത്തിട്ടുണ്ട്. ഉദ്യാനത്തിലെ റോസാ ചെടിയുടെ ചില ഭാഗങ്ങൾ അവയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് ചെടിയുടെ ഏതു ഭാഗമാണ് എന്ന് കണ്ടെത്തി എഴുതൂ. ചിത്രവും വരയ്ക്കണം. അപ്പോൾ 1ാമത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഞാനാണ്. 2ാമത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷണങ്ങളും വലിച്ചെടുക്കുകയാണ് എൻ്റെ ജോലി. സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ചിത്രം വരക്കാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 1ാമത്തേത് ഇലയാണ്, 2ാമത്തേത് വേരാണ്. ആണോ, ചിത്രങ്ങൾ അവിടെ വരക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ ചിത്രങ്ങളൊക്കെ വരക്കാൻ നോക്കുക. ഓരോ സസ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി വെക്കുക. ചിത്തിരപുരത്തെ ഒരു കുളത്തിലെ മീൻ പറയുന്നത് വായിച്ചു നോക്കൂ. എന്താണ് പറയുന്നത്? കുളത്തിൽ കുറേ മീനുകളുണ്ട്. പിന്നെ എന്താ, മീനിനേക്കാളും കൂടുതൽ മാലിന്യങ്ങളാണല്ലേ. അപ്പോൾ ഒരു മീൻ പറയുന്നുണ്ട്, കുളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ഞങ്ങളും ജീവിച്ചോട്ടേ എന്ന് അല്ലേ. അപ്പോൾ കുളത്തിലുള്ള മീനുകളൊക്കെ കുളത്തിലേക്ക് വേസ്റ്റൊക്കെ ഇടുന്നതിലൂടെ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഇത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്താണ് പറയുകയാണ് ചെയ്യുന്നത്, കുളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ഞങ്ങളും ജീവിച്ചോട്ടേ എന്ന്. ഇനി എന്താണ് ചോദ്യം എന്ന് നോക്കാം. കൊടുത്തിട്ടുണ്ട് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കുളം, കടൽ, അങ്ങനെയുള്ള ജലങ്ങളുടെ ഉറവിടങ്ങളാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുള്ളത്. ബി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? മീനുമോൾ മഴ അളക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിർമ്മിച്ച ഉപകരണമാണിത്. എന്താണ് ഇതിൻ്റെ പേര്? അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഫസ്റ്റിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം അല്ലേ. ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ജലജീവികളെ ഉപദ്രവിക്കരുത്. ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തരുത്. ഇനി മീനുമോൾ സ്കൂളിൽ എന്താണ് ഉണ്ടാക്കിയ ഒരു ഉപകരണത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരുന്നത്. അത് മഴമാപിനിയാണ്. അത് നമുക്ക് നോക്കാം എന്താണ് ആ ചിത്രം എന്നുള്ളത്. പ്രവർത്തനം 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനുവും കൂട്ടുകാരും ജലം ശുദ്ധീകരിക്കാനുള്ള ലളിതമായ മാർഗം തയ്യാറാക്കിയത് നോക്കൂ. ഇതിന് ശരിയായ രീതിയിൽ തയ്യാറാക്കിയത് ഏതെന്ന് കണ്ടെത്തി എഴുതുക. മനുവും കൂട്ടുകാരും ജലം ശുദ്ധീകരിക്കാനുള്ള ലളിതമായ മാർഗം കണ്ടെത്തിയത് നോക്കൂ അല്ലേ. ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. കളി, ചരൽ, മണൽ, പിന്നെ ചരൽ, മണൽ, കരി, ചരൽ, കരി, മണൽ എന്നീ രീതിയിലാണ് 3 ചിത്രങ്ങളിലായിട്ട് ഇവിടെ തയ്യാറാക്കിയത് തന്നിട്ടുള്ളത്. ഏലാണ് ഫസ്റ്റ് കരിയാണ്, 2ാമത്തെ ചരലാണ്, പിന്നെയാണ് മണൽ. ബി ചരൽ, മണൽ, കരി അല്ലേ. ഫസ്റ്റ് ചരലിട്ടിട്ടുണ്ട്, പിന്നെയാണ് മണൽ, പിന്നെ കരി ഇട്ടിട്ടുണ്ട്. സി എന്താണ്? ഫസ്റ്റ് ചരലിട്ടിട്ടുണ്ട്, പിന്നെ കരി ഇട്ടിട്ടുണ്ട്, പിന്നെ മണലിട്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ് ലളിതമായ മാർഗം? ഇതിൽ ശരിയായ രീതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ ആണ് ശരിയായ രീതി അല്ലേ. ഫസ്റ്റ് ചരലിടുക, പിന്നെ മണൽ, പിന്നെ കരി, അങ്ങനെയാണ് ഇടേണ്ടത്. ഇനി ഇവിടെ ബി ചോദിക്കുന്നുണ്ട് മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? മഴവെള്ളം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങി ഉറവയായ കിണറ്റിലും മറ്റ് ജലസ്രോതസ്സിലും എത്തുന്നു. ഇങ്ങനെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. അടുത്തത് സഞ്ചാര രീതി അനുസരിച്ച് ഈ ജീവികളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല. ഇവിടെ മുകളിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? റാഹില തയ്യാറാക്കിയ ജീവികളുടെ ആൽബത്തിലെ ചിത്രങ്ങളാണ് കേട്ടോ. ആദ്യം കണ്ടതും ഇപ്പോൾ കണ്ടതും. ഇനി ഇതിൽ എന്താണ്? സഞ്ചാര രീതി അനുസരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ? നടക്കുന്നവ എന്നുള്ളതിൽ ആന, പൂച്ച, കഴുത, കുറുക്കൻ. പറക്കുന്നവ എന്നുള്ളതിലോ കാക്ക, പരുന്ത്, തത്ത, തുമ്പി. ഇനി ഇഴയുന്നവ എങ്ങനെയാണ്? ഏതൊക്കെയാണ്? പാമ്പ്, ഒച്ച്, ആമ, തേരട്ട.
ഇനി അതിൽ തന്നെ ബി കൊടുത്തിട്ടുണ്ട്, ജീവികളുടെ ശാരീരിക പ്രത്യേകതകളെക്കുറിച്ച് റഹീമും റാഹിലയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമോ എന്നാണ്. റഹീം ചോദിക്കുന്നുണ്ട്, ശരീരത്തിലെ വരകൾ കൊണ്ട് തിരിച്ചറിയാവുന്ന ഒരു ജീവിയുടെ പേര് പറയാമോ. ഏതാണ് ആ ജീവി ശരീരത്തിൽ വരകളുള്ളത്? സീബ്രയാണ് അല്ലേ. പിന്നെ റാഹില ചോദിക്കുന്നുണ്ട്, ചില ജീവികളുടെ പ്രത്യേകത കുളമ്പുകളാണ്. കുളമ്പുള്ള ഒരു ജീവിയുടെ പേര് പറയോ. എന്താണ് കുളമ്പുള്ള ജീവി? കുതിരയാണ്. അപ്പോൾ സീബ്രയും കുതിരയുമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എബിമോൻ പരിസര പഠന പുസ്തകത്തിൽ വരച്ച ചിത്രശലഭത്തിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ. അതിന് ചിത്രത്തിൻ്റെ പൂമ്പാറ്റയെ കാണുന്നുണ്ട് അല്ലേ, അതിന് ചിത്രം കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എ ആയി കൊടുത്തിട്ടുണ്ട്, നിറം നൽകാനാണ് എ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂമ്പാറ്റയുടെ ജീവിതചക്രത്തിലെ 4 ഘട്ടങ്ങളും എബിമോൻ പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഘട്ടങ്ങൾ എഴുതി ചേർക്കുക. അതാണ് അടുത്ത ബി ആയിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഘട്ടങ്ങളിലെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ താഴെയുള്ള കോളത്തിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് മുട്ട, പിന്നെ ലാർവ, പിന്നെ പ്യൂപ്പ, പിന്നെ ശലഭം. അടുത്തത് 2 ഇനം പൂമ്പാറ്റകളുടെ പേര് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡി ആയിട്ട് ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലേ. ചിത്രത്തിൽ കാണുന്ന ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്ന സസ്യങ്ങളാണ്, പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങളാണ്, പൂക്കൾ ഉണ്ടാകാത്ത സസ്യങ്ങളാണ്, വള്ളികളായി പടരുന്ന സസ്യങ്ങളാണ്. ഇതിലേതാണ് ഈ കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ചിത്രശലഭങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നാട്ടുകോമാളി, ചക്കരശലഭം. പിന്നെ ആ ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങളാണ് അല്ലേ. നിറയെ പൂക്കളുള്ള സസ്യങ്ങളല്ലേ അത്, അതുകൊണ്ട് തന്നെ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയാണ് 3ാം ക്ലാസ്സിലെ EVS പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് ടേമിൽ വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.